السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. നാം എപ്പോഴും സ്വൽസ്വഭാവത്തിൻ്റെ കൂടെ കൂടണം, നല്ല സ്വഭാവക്കാരുടെ കൂടെ കൂടണം. അപ്പോൾ നമ്മുടെ സ്വഭാവം ആ രൂപത്തിലായി മാറും. നമ്മെ ഇങ്ങോട്ട് ആര് തന്നെ എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര തന്നെ നിസ്സാരപ്പെടുത്തിയാലും, ആർക്ക് മുമ്പിൽ വഷളാക്കിയാലും, നമ്മെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി നമ്മെ ജനങ്ങൾക്കിടയിൽ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും, നാം ഒരിക്കലും അവൻ്റെ അതേ ഭാഷയിൽ, അവൻ്റെ അതേ ശൈലിയിൽ തിരിച്ചടിക്കാൻ പാടില്ല, തിരിച്ചങ്ങോട്ട് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ ഏതോ കുറ്റക്കാരൻ, അതേപോലെ നമ്മളും കുറ്റക്കാരനായി മാറുകയില്ല ചെയ്യുക. അവൻ മോശക്കാരനായതുപോലെ നമ്മളും മോശക്കാരനായി തീരുകയില്ല ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊരാൾ മോശപ്പെട്ട രൂപത്തിൽ പെരുമാറുകയോ പറയുകയോ ഒക്കെ ചെയ്താൽ തിരിച്ചങ്ങോട്ട് അതേ രൂപത്തിൽ പെരുമാറാതെ നല്ല രൂപത്തിലായിരിക്കണം അവനോട് വർത്തിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ എതിരിടുക. ചീത്ത രൂപത്തിൽ, മോശപ്പെട്ട രൂപത്തിൽ നിങ്ങൾ സമീപിച്ച വ്യക്തിയെ നിങ്ങൾ വഷളാക്കുകയും നിങ്ങളെക്കുറിച്ച് ദുരാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ നിങ്ങളെ നിസ്സാരപ്പെടുത്താനൊക്കെ ശ്രമിച്ച വ്യക്തിയെ ഒരിക്കലും അതേ രൂപത്തിൽ നിങ്ങൾ തിരിച്ചു പറയാൻ പാടില്ല, നന്മ കൊണ്ട് എതിരിടുക. അങ്ങനെയായാൽ നിങ്ങൾ ശത്രുക്കൾ നിങ്ങൾക്ക് മിത്രങ്ങളായി മാറുന്നതായി, ഏറ്റവും ഉറ്റ കൂട്ടുകാരനായി മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഖുർആൻ നമ്മോട് പറയുക. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ സുലൈം റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ദീർഘമായ ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവകളോട് പറയുകയാണ്, വഇനിമ്രുഉൻ ശതമക വഅയ്യറക ബിമാ യഅലമു ഫീക്. നിന്നെക്കുറിച്ച് നിന്നിലുള്ള എന്തോ ഒരു അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വ്യക്തി അവൻ വളരെ വിശാലമാക്കി പറഞ്ഞു, വളരെ മോശമാക്കി പറഞ്ഞു, മറ്റുള്ളവർക്ക് മുമ്പിൽ നിന്നെ വഷളാക്കി തരം താഴ്ത്തി പറഞ്ഞു, നിന്നെ ചീത്ത പറഞ്ഞു, നിന്നെ അവഹേളിച്ചു. ഇങ്ങനെയൊക്കെ ആയാൽ ഫലാ തുഅയ്യിറുഹു ബിമാ തഅലമു ഫീഹി. അവനെക്കുറിച്ച് അവൻ്റെ ന്യൂനതകൾ നിനക്കറിയും. ആ ന്യൂനതകൾ വെച്ചുകൊണ്ട് ഒരിക്കലും തിരിച്ച് അങ്ങോട്ട് ഒരിക്കലും അവനെ വഷളാക്കാൻ പാടില്ല. അവൻ ആ രൂപത്തിൽ നീ അവനോട് പെരുമാറാൻ പാടില്ല. ഫഇന്ന വബാലുഹു അലൈഹി. അതിൻ്റെ പരിണതഫലം, നിന്നെ കുറ്റപ്പെടുത്തിയ, നിന്നെ ചീത്ത പറഞ്ഞ, നിന്നെ വഷളാക്കിയ, നിന്നെ വേദനിപ്പിച്ചതിൻ്റെ ശിക്ഷ അല്ലാഹു തആല കൊടുത്തോളും. നീ അവനെ എന്താക്കണ്ട, ആ രൂപത്തിൽ അവനെ തിരിച്ചതേ രൂപത്തിൽ പറയാൻ നിൽക്കാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. കാരണം നാം എപ്പോഴും നന്മയുടെ ഭാഗത്ത് നല്ലവരായി സൽസ്വഭാവികളായി ജീവിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. നമ്മെക്കുറിച്ച് പലതും പറയുന്നുണ്ടാവാം. അതേ രൂപത്തിൽ തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ അവർ മോശക്കാരായതുപോലെ നമ്മൾ മോശക്കാരായി തീരുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ രൂപത്തിൽ തിരിച്ചടിക്കാതെ നല്ല സതുപദേശത്തിലൂടെ നന്മ ഉപദേശിച്ചുകൊണ്ട്, തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി നല്ല രൂപത്തിൽ അത് ഉപദേശിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ രൂപത്തിലാകുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ മാറുമ്പോൾ നമ്മുടെ ഏറ്റവും ഉറ്റമിത്രമായി അദ്ദേഹം മാറുന്നതായി കാണാൻ കഴിയുമെന്ന് ഖുർആൻ തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വൽസ്വഭാവികൾ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർത്ത് തരുമാറാവട്ടെ. ഇരുലോക വിജയികൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.